അനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ നിന്നൂടെ വന്ദനം എന്നുമൻ ഗാനമാം നിന്നൂടെ വന്ദനം എന്നുമൻ ഗാനമാം വന്ദനമേ യേശു രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോരേ നീതിമാനാകുവാൻ ശാപമായി തീർന്നോരേ വന്ദനമേ യേശു രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിന് ഹല്ലേലൂയ വന്ദനത്തിന് അവൻ മാത്രം യോഗ്യൻ സ്തുതിക്ക് അവൻ മാത്രം യോഗ്യൻ ആരാധനയ്ക്ക് അവൻ മാത്രം യോഗ്യൻ അവൻ മാത്രം യോഗ്യൻ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ എനിക്ക് പകരം ശാപമായി തീർന്നോനെ അങ്ങ് മാത്രം യോഗ്യൻ അങ്ങ് മാത്രം യോഗ്യൻ ഹല്ലേലൂയ 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 we praise you Lord we thank you Lord we worship you Lord hallelujah thank you Lord 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 കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഒരു ഞായർ പകലൂടെ കാണുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായി നന്ദി പറയുന്നു ഞങ്ങളെ രക്ഷിച്ച രക്ഷയെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളെ വിടുവിച്ച വിടുതലുകളെ ഞങ്ങൾ ഓർത്തുന്നു ഞങ്ങളെ നടത്തിയ പാതകളെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ഉള്ളിൽ നൽകിയ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഉള്ളിൽ നൽകിയ ആത്മാവിനായി സ്തോത്രം ചെയ്യുന്നു നേർനിലത്തിൽ ഞങ്ങളെ പഠിപ്പിച്ച് നടത്തുന്നതിനായി സ്തോത്രം ഹല്ലേലൂയ രാവിലെ തിരുസനെ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ അങ്ങ് ആരാണെന്ന് ഓർത്ത് അങ്ങേക്കുള്ള മഹത്വം കരേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ സഭാഹുള്ളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്നു ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങ് അവരെ കാക്കുന്നതിനായി കൃപ അവരുടെ മേൽ ചൊരിയുന്നതിനായി നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസനായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ കൃപയിൽ കാക്കുന്നതിനായി നന്ദി പറയുന്നു ഇന്ന് രാവിലെയും കർത്താവ് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ആദ്യോടൊന്ന് അങ്ങയുടെ ആത്മാവ് തന്നെ നിയന്ത്രിക്കേണ്ടതിനായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കഴിവില്ലാത്തവരാണ് അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾക്ക് ശക്തി പോരാ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ ഉള്ളിൽ നൽകിയ ആത്മാവിനാൽ ഞങ്ങൾക്കിത് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്ന കർത്താവേ അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ ഞങ്ങളുടെ അകക്കണ്ണ് തുറന്ന് അങ്ങേ ഉള്ളതുപോലെ കാണുവാൻ അങ്ങയോടുള്ള സ്നേഹം വർദ്ധിപ്പാൻ നിത്യതയോടുള്ള കാഴ്ചപ്പാട് വർദ്ധിപ്പാൻ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി സമർപ്പിതരായി ഞങ്ങളുടെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ ഇന്ന് രാവിലെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ കൂട്ടി വരുത്തി ഓർത്ത് കർത്താവിന് ഒന്നുകൂടെ നന്ദി പറയാം ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു നമുക്കൊരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം അതിനുശേഷം ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റുന്ന ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം 146 സങ്കീർത്തനം സാം നമ്പർ 146 We will read it responsively and the last verse together. വാക്യപ്രതി വാക്യമായി ഈ സങ്കീർത്തനം നമുക്ക് വായിക്കാം അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം വായിക്കുന്നു യഹോവയെ സ്തുതിക്കുവീൻ എൻ മനമേ യഹോവയെ സ്തുതിക്കുക
നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന് ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥയും വിധവയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ച് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. യഹോവ എന്നേക്കും വാഴും, സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിക്കുവീൻ. The Lord will reign forever. മാറ്റമില്ലാത്ത രാജത്വമുള്ളവൻ ഇന്ന് രാവിലെ നമ്മുടെ മധ്യത്തിലുണ്ട്. അവനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. അവൻ ആരാണ്? അവൻ എന്നേക്കും വാഴുന്നവനാണ്. My God will reign forever. മാത്രമല്ല, അവിടുത്തെ സാന്നിധ്യത്തിൽ ഒരു ദൈവവേദന അനുഭവിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിലുള്ള അനുഗ്രഹങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നവനാണ്, അവൻ വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നവനാണ്, അവൻ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നവനാണ്. ഹല്ലേലൂയ. ആ അത്ഭുതവാനായ ദൈവസന്നിധിയിൽ കഴിഞ്ഞൊരു വർഷം മുഴുവനും നടക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തില്ലേ? നമുക്ക് അവനോട് പറയാനുള്ളത്, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഒന്ന് പറയാമോ? കർത്താവേ നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ചില ഗാനങ്ങൾ നന്ദിയോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദിയോടെ പാടി അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി നന്ദി എൻ്റെ യേശുപര. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ 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 യേശുപര. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപര. നന്ദി നന്ദി
ദൈവമേ നന്ദി എൻ യേശുപരാ. നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദി പറയുവാനാണ് നാം. അതല്ലാതെ വേറെ നമുക്കൊന്നും ഉദ്ദേശമില്ല. ഈ പാട്ടിലെ ഓരോ സ്റ്റാൻസയും എന്റെ നിങ്ങളുടെ അനുഭവമാണ്. പാപത്താൽ മുറിവേറ്റ എന്നെ അവന്റെ പാണിയാൽ ചേർത്തണച്ച് ജീവിത ശൂന്യതയുടെ നടുവിൽ അവിടുത്തെ നിറവിനാൽ എന്നെ നിറച്ച്, പ്രത്യാശയാൽ നിറച്ച്, സമാധാനത്താൽ നിറച്ച് അവിടെ എന്നെ നടത്തിയെങ്കിൽ എനിക്ക് അവിടുത്തോട് പറയാനുള്ളത് ദൈവമേ നന്ദി, we thank you Lord എന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അത് ചിന്തയോടെ നമ്മെ രക്ഷിച്ചതോർത്ത്, നമ്മുടെ ഉള്ളിൽ നൽകിയ പ്രത്യാശയോർത്ത് ഒരിക്കൽ കൂടി സ്റ്റാൻസുകളൊന്ന് പാടി കർത്താവിനോട് പറയാം. ഹൃദയത്തിന്റെ നടുവിൽ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാം, കർത്താവേ നന്ദി നന്ദി നന്ദി. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു വളച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു വളച്ചുവല്ലോ. നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. ദൈവമേ നന്ദി എൻ യേശുപരാ. ഓ ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ദൈവമേ നന്ദി. ഹൃദയത്തിലെ ഉള്ളിൽ നിന്ന് ധ്യാനത്തോടെ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. We thank you Lord, we worship you Lord. Hallelujah, 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 hallelujah. Praise you. അവൻ നല്ലവനെന്ന് ഓർത്ത് വീണ്ടും ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. അവൻ നല്ലവനല്ലോ, ദയയെന്നുള്ളത് സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ.
Praise the Lord. ഓ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗ്ഗസ്ഥലത്തിരുത്തിയോനെ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗ്ഗസ്ഥലത്തിരുത്തിയോനെ. വൈരിയെ ജയം തന്ന യേശുരാജനെ, വൈരിയെ ജയം തന്ന യേശുരാജനെ. കർത്താവേ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ആമേൻ. കർത്താവേ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി ഹല്ലേലൂയ അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനെന്നാർത്തുപാടി സ്തുതിച്ചിടുവിൻ. തന്റെ സ്നേഹമാധുരിമയെന്നും രുചിച്ചിടുവിൻ. അവൻ നല്ലവനെന്നാർത്തുപാടി പുകഴ്ത്തിടുവിൻ. തന്റെ സ്നേഹമാധുരിമയെന്നും രുചിച്ചിടുവിൻ. ശുദ്ധകൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ. ശുദ്ധകൈകൾ ഉയർത്തി പരനെ സ്തുതിപ്പിൻ. ഓ കർത്താവേ വാഴ്ത്തി ഹല്ലേലൂയ. അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് നല്ലവൻ 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 നല്ലവൻ. വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ കർത്താവേ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി അവനെ വാഴ്ത്താം, അവനെ സ്തുതിക്കാം. അവൻ നല്ലവനെന്ന് ഓർക്കാം. അവിടുത്തെ വിശ്വസ്തതയെ ഓർക്കാം. അവിടുത്തെ വിടുതലുകളെ ഓർക്കാം. അവിടുത്തെ രക്ഷയെ ഓർക്കാം. Hallelujah. We praise you, Lord. We thank you, Lord. We worship you, Lord. അങ്ങനെ നടത്തിയ വിധങ്ങളെ ഓർക്കുന്നു. Hallelujah. Hallelujah. അവിടുത്തെ ഞങ്ങൾ സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. അവിടുത്തെ നല്ലവൻ 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 നല്ലവൻ. Hallelujah. 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 താഴ്ചയിൽ ഞങ്ങളെ ഉയർത്തിയല്ലോ. ജീവരക്ഷ ഞങ്ങൾ നൽകി തന്നല്ലോ. നിത്യജീവനെ നൽകി തന്നല്ലോ. ഞങ്ങളുടെ ആത്മാവിനെ നൽകി തന്നല്ലോ. Hallelujah. 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 താഴ്ചയിൽ നിന്ന് ഉയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗ്ഗസ്ഥലത്തിൽ ഞങ്ങളെ ഇരുത്തിയവനെ, വൈരിയിന്മേൽ ജയം തന്ന യേശുനാഥനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ. അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവസന്നിധിയിൽ തുടർന്നും അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരുന്നു അവിടുത്തെ നമുക്ക് ആരാധിക്കാം, അവിടുത്തെ നമുക്ക് സ്തുതിക്കാം, അവിടുത്തോട് പറയാം നന്ദി കർത്താവേ എന്ന് പറയാം. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷാനുഗതനായ കർത്താവദാസൻ ജെയ്സൺ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങേക്ക് നന്ദിയും സ്തുതി സ്തോത്രങ്ങൾ ആരാധന പുകഴ്ചകൾ അർപ്പിപ്പാൻ ജീവിതത്തിൽ നിന്ന് ഭാഗ്യത്തിനായി നന്ദി കർത്താവേ. താഴ്ചയിൽ നിന്ന് ഉയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി ഞങ്ങളെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ എഴുത്തിയിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനല്ലോ, വല്ലവനല്ലോ, അങ്ങ് മാറ്റമില്ലാത്ത ദൈവമായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിന് അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി കർത്താവേ. ഈ ശ്രേഷ്ഠ പദവിക്കായി നന്ദി, രക്ഷയ്ക്കായി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ. തുടർന്നുള്ള ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം വ്യാപരിച്ചാട്ടെ, എല്ലാറ്റിലും തിരുനാമം മഹത്വം എടുത്താട്ടെ. സമർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ പറയുന്നു. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ പറയുന്നു. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് കടന്നു വന്ന് വാക്യങ്ങൾ പറയാനുള്ള അവസരമാണ്. ഇറ്റ്സ് ടൈം ഫോർ our dear children to come and say the verses. All our sins and
14, verse 160. The entirety of your word is truth, and every one of your righteous judgments endures forever. Psalms 91, verse 6. You will not fear the terror of the night, nor the arrow that flies by day, nor the destruction that wastes at noonday. Trust in the Lord with all your heart and lean not with your own understanding. Proverbs 3, verses 5. Psalms 42, verse 1 and 2. As the deer pants for a stream of water, my soul pants for you, O God. My soul thirsts for God, for the living God. When can I go and meet with God? Hebrews 3, verse 1 and 2. Therefore, holy brothers and sisters who share in the heavenly calling, fix your thoughts on Jesus, whom we acknowledge as our apostle and high priest. He was faithful to the one who appointed him, just as Moses was faithful in all God's house. Dear friend, do not imitate what is evil, but what is good. Anyone who does what is good is from God. Anyone who does what is evil has not seen God. 3 John 1, verse 11. Hebrews 3, verses 1 and 2. Therefore, holy brothers and sisters who share in the heavenly calling, fix your thoughts on Jesus, whom we acknowledge as our apostle and high priest. He was faithful to the one who appointed him, just as Moses was faithful in all God's house. Romans 15, verse 13. So that the God of hope may fill you with all joy and peace in believing, so that you may abound in hope by the power of the Holy Spirit. Hebrews 3:12. For consider him who endured such hostility from sinners against himself, lest you be weary and discouraged in your soul. I can do all things to Christ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഈ വക്രതയുള്ള തലമുറയുടെ മധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് കൊള്ളാവുന്നവരും ദൈവത്തിൻ്റെ സാക്ഷികളുമായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കേണ്ടതിന് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നാനമേറ്റ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി അവർ മാറേണ്ടതിന് അവർ തുടങ്ങിയ ഈ പുതിയ യാത്ര കർത്താവിൻ്റെ ചുവടുകളിൽ തന്നെ യാത്ര ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കേണ്ടതിന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ ടോംസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാം എല്ലാവരും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ബ്രദർ ടോംസ് പ്രാർത്ഥിക്കും. Hallelujah. Yes, Lord. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. 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 യെസ് ലോർഡ്. സ്തോത്രം. യെസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനോട് പ്രാർത്ഥന എടുത്തനായ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് അല്പസമയം സാക്ഷ്യത്തിനുള്ള സമയമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് സമാധാനത്തോടെ ഡൽഹിയിൽ കടന്നു ചെല്ലുവാനിടയായി. അവിടെ ആയിരിക്കുമ്പോൾ ദൈവകൃപയുടെ മറവിൽ മറയ്ക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് കർത്താവ് മടക്കി കൊണ്ടുവരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം നിർവടിയായി നിവർത്തിപ്പാനുള്ള ദൈവകൃപയും ആരോഗ്യവും അഭിഷേകവും ദൈവം കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്നലെ കടന്നു വന്നവർക്കറിയാം, ഇന്നലത്തെ നമ്മുടെ ദൈവസഭയുടെ ക്രിസ്മസ് ഔട്ട്റീച്ച് പ്രോഗ്രാം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അടുത്ത ആഴ്ചത്തെ
ഫാസ്റ്റിംഗ് പ്രെയർ എല്ലാം ഡീറ്റെയിൽ നമ്മുടെ ഗ്രൂപ്പിലും ഇടും. മൺഡേ ടു തേഴ്സ്ഡേ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ചർച്ച് ഹാളിൽ വെച്ചായിരിക്കും ഫാസ്റ്റിംഗ് പ്രെയർ. മൺഡേ ടു തേഴ്സ്ഡേ. ഫ്രൈഡേ മോർണിംഗ് ആൻഡ് ഈവനിങ് സജി ബ്രദറിൻ്റെയും മിനി സിസ്റ്ററുടെയും ഭവനത്തിൽ വെച്ചും, സാറ്റർഡേ മോർണിംഗ് പ്രിയ ടോംസ് സിസ്റ്റർ ആനിയുടെ ഭവനത്തിൽ വെച്ചും, വൈകുന്നേരം സാറ്റർഡേ വൈകുന്നേരം 7 മണിക്ക് മാമച്ചാൻ്റെ വീട്ടിൽ വെച്ചുമാണ് ഫാസ്റ്റിംഗ് പ്രെയർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മീറ്റിങ്ങുകൾക്ക് എല്ലാം കടന്നു വന്ന് സംബന്ധിക്കണം. നാട്ടിൽ നിന്നൊരു കർത്താവിൻ്റെ ദാസൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പ് എബ്രഹാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. മറ്റ് ദൈവദാസന്മാരും ഈ ശുശ്രൂഷകൾ ഈ ഫാസ്റ്റിംഗ് പ്രെയർ ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമ്മുടെ വാച്ച് നൈറ്റ് സർവീസ് 31 തീയതി ചൊവ്വാഴ്ച, ഡിസംബർ 31 തീയതി ചൊവ്വാഴ്ച 9:30 മുതൽ 12:30 വരെ ആയിരിക്കും. ഫാസ്റ്റിംഗ് പ്രെയർ കോട്ടേജിൽ വെച്ച് നടക്കുക. മനസ്സിലായി, കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടെന്നായി പറഞ്ഞു വരുന്നത്. അതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ വെള്ളിയാഴ്ച ഇല്ല കേട്ടോ. ഓക്കെ, 31 തീയതി വൈകുന്നേരം 9 മുതൽ 12 വരെ വാച്ച് നൈറ്റ് സർവീസ്. ഓക്കെ, ആനുവൽ ജനറൽ ബോഡി ജനുവരി 12 ഞായറാഴ്ച നമ്മുടെ സഭായോഗം കഴിഞ്ഞിട്ട്. വാച്ച് നൈറ്റ് സർവീസിന് അത് പോകുമ്പോൾ സന്തോഷത്തോടെ പോകാൻ ഒരു സ്നാക്ക് പാക്കറ്റ് നമ്മൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ അതിന് സൈനപ്പ് ചെയ്യണം, അല്ലെ പാക്കറ്റ് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ ബോക്സ്, സ്നാക്ക് ബോക്സ്. സോ അതിന് സൈനപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോകുന്ന വഴി സൈനപ്പ് ചെയ്തിട്ട് പോകണം. എത്ര ആൻറ്റി, എത്ര എണ്ണം വേണം? 100 എണ്ണം എങ്കിലും നമുക്ക് വേണം. അതുകൊണ്ട് ഷെയർ ചെയ്യാം. 25 വീതമോ എങ്ങനെയാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ നിങ്ങളത് ചെയ്യുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി മോനെ ക്ലിക്കർ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മോനെ എന്ന് വിളിക്കുമ്പോൾ ജോണിയാണ്, വേറെ ആരെയുമല്ല. ആരും വരണ്ട അവിടെ. കർത്താവിൻ്റെ ദാസന്മാർക്ക് വന്ദനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 1 to 11 അതാണ് നമ്മുടെ വായനാഭാഗം. അവിടെ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഞാൻ ഈ ഭാഗം പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു മെസ്സേജ് ഇതിൽ നിന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ അത് തന്നെ പ്രസംഗിക്കണമോ എന്ന് ഞാൻ ചിന്തിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിച്ചതുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് വായിക്കണ്ട, വായിച്ചു കഴിഞ്ഞാൽ ആ സമയം പോവും. സമയം പോകുന്നതനുസരിച്ച് അവിടുത്തെ സമയം പോവും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സംഭവം അറിയാം. എന്താണ്? യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു യെരുശലേമിൽ. കർത്താവ് അവിടെ ചെല്ലുന്നു. കർത്താവ് അവിടെ ചെല്ലുമ്പോൾ ഉത്സവത്തിന് എന്ന കർത്താവ് ഈ കുളക്കരയിൽ ചെല്ലുന്നു. കുളക്കരയിൽ ആരൊക്കെയാണ് കിടക്കുന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പർട്ടിക്കുലർ വ്യക്തിയെ കർത്താവ് കാണും. അവർ ചില വിശ്വാസങ്ങളോടുകൂടിയാണ് അവിടെ കിടക്കുന്നത്. ആ വിശ്വാസമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഈ കുളത്തിൽ ആരിറങ്ങി വരും? ദൂതൻ ഇറങ്ങി വരും. ദൂതൻ ഇറങ്ങി ഈ കുളം കലക്കും. ആ കലക്കുമ്പോൾ ആദ്യം ചാടുന്നവന്, വയ്യാത്ത കിടക്കുന്നവർ എന്താ ചാടുന്നതെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷേ വിശ്വാസമാണ്. ആദ്യം ചാടുന്നവൻ എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുവൻ 38 വർഷം അവിടെ കിടക്കുക. പക്ഷെങ്കിൽ അവന് സൗഖ്യം ലഭിച്ചിട്ടില്ല. കർത്താവ് അവനെ തന്നെ ടാർഗറ്റ് ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് അവനെ സൗഖ്യമാക്കി. ഇത്രേ ഉള്ളൂ കഥ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പോകാമല്ലോ അല്ലേ? കാരണം അല്ലെങ്കിൽ മെസ്സേജ്. പക്ഷെ അതിനകത്ത് ഇത് ജസ്റ്റ് ഒരു കഥയല്ല പ്രിയമുള്ളവരെ. കഥ എഴുതാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമല്ല. ഒരു അത്ഭുതങ്ങളും വെറുതെ എഴുതിയേക്കുന്നതല്ല. ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കിന് പോലും ആഴമേറിയ അർത്ഥമുണ്ട്. അത് നമ്മളോട് സംസാരിക്കുന്നതാണ്. ഞാനത് ധ്യാനിച്ചുകൊണ്ട് നിന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച ചില കാര്യങ്ങളും ആ ദൈവവചനം പഠിച്ചപ്പോൾ ലഭിച്ച ചില പരിജ്ഞാനവും അറിവുകളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വരേണ്ടതിന് ഷെയർ ചെയ്യുമ്പോൾ
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ നമുക്കത് ഏറ്റെടുപ്പാൻ കഴിയൂ. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും ദൈവവചനത്തിന് മുമ്പിലാണ് ആയിരിക്കുന്നത്. ആ വചനമാണ് എന്നോട് ഹൃദയമായി സംസാരിക്കേണ്ടത്. അതിനായി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിന് മുമ്പിൽ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഹൃദയമായി ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ആ വചനത്തിന് മുമ്പിൽ സമർപ്പിതരായി തീരുവാൻ ഞാൻ കൃപ ചെയ്യണമേ. എളിവൻ്റെ അധരത്തെ നിയന്ത്രിക്കണമേ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. വളരെ പരിചിതമായൊരു സംഭവമാണ് ഈ സംഭവം. നമുക്കറിയാം അവിടെ നടന്നത് എന്താണെന്ന്. ഈ കുളത്തിൽ ഇറങ്ങുന്നവർക്ക് സൗഖ്യം ലഭിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന് കാരണങ്ങളുണ്ട്, അതവിടെ കൊടുത്തിട്ടുമുണ്ട്. യേശു കർത്താവ് ഒരു ഉത്സവമുണ്ടായിട്ട് യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ ആട്ടുവാതിൽക്കലിനരികിലുള്ള ഒരു കുളമാണ് ഈ ബെഥെസ്ദ. മോനെ, ഫസ്റ്റ് സ്ലൈഡ്. ഈ കുളം ആട്ടുവാതിൽക്കലുള്ള, അല്ലെങ്കിൽ ആട്ടുവാതിലൂടെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ കുളം, ഈ ആട്ടുവാതിൽ എന്നുള്ളതിന് നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ ചില റെഫറൻസുകളുണ്ട്. 3:1, 32, 12, 39 അതൊന്നും വായിക്കണ്ട, ജസ്റ്റ് ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആട്ടുവാതിൽ എന്ന് പറയാൻ കാര്യമുണ്ട്. യഹൂദന്മാരുടെ ഒരു ശുദ്ധീകരണ സ്ഥലമായിട്ടാണ് ഈ കുളം കണക്കാക്കപ്പെടുന്നത്. ശുദ്ധീകരണ സ്ഥലം, എ പൂൾ ഓഫ് പ്യൂരിഫിക്കേഷൻ, എ പൂൾ യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ. ഇറ്റ് വാസ് എ വെന്യൂ ഫോർ ജൂയിഷ് പ്യൂരിഫിക്കേഷൻ. ഈ യെരുശലേം മതിലിന് വടക്കുള്ള ഒരു സ്മോൾ ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിലൂടെ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴാണ് ഈ കുളം കാണുന്നത്. ആ കുളത്തിൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കുളമല്ല, അതിൽ വിവിധ പടിക്കെട്ടുകളുണ്ട്. അവിടെ പറയുന്നത് 5 മണ്ഡപമുണ്ട്, 5 പോർട്ടിക്കോ ഉണ്ട്. ഈ പോർട്ടിക്കോയ്ക്ക് അകത്തൂടെ എന്ത് ചെയ്യാം? ഈ കുളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഈ കുളം പ്രൈമറിലി ഉപയോഗിക്കുന്നത് പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ്, ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഈ കുളം ഉപയോഗിക്കുന്നത്. ഈ ഷീപ്പ് ഗേറ്റ്, അതായത് ആട്ടുവാതിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് സാക്രിഫൈസിനു വേണ്ടി, യാഗത്തിനു വേണ്ടി കൊണ്ടുവരുന്ന മൃഗത്തെ, ആടിനെ ഈ കുളത്തിൽ സെറിമോണിയൽ വാഷിങ്ങിന് വേണ്ടി കൊണ്ടുപോയ ശേഷം ഈ വാതിലിലൂടെയാണ് ആലയത്തിലേക്ക് യാഗത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആട്ടുവാതിൽ എന്ന് അതിന് പേര് വന്നത്. ബെഥെസ്ദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ഔട്ട്പോറിംഗ്, പകർച്ചയുടെ സ്ഥലം. പകർച്ചയുടെ സ്ഥലം, ഹൗസ് ഓഫ് ഔട്ട്പോറിംഗ്. പക്ഷെ വിരോധാഭാസം, ഐറണി എന്ന് പറയുന്നത്, ഈ പകർച്ചയുടെ സ്ഥലത്ത് ഇപ്പോൾ കിടക്കുന്നത് പകർച്ചവ്യാധി പിടിച്ചവരാ. അത് ചുമ്മാ പറയല്ല, അവിടെ എഴുതിയിട്ടുണ്ട്. 3-ാം വാക്യത്തിൽ വ്യാധിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം പറഞ്ഞിട്ടില്ല, സിക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സിക്ക്, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ. ആ വലിയൊരു കൂട്ടം പ്രശ്നമാണ്, എണ്ണമില്ല. വലിയൊരു കൂട്ടം, ഇത്രയും രോഗികളോ? ഹല്ലേലൂയ. ഹൗസ് ഓഫ് ഔട്ട്പോറിംഗ്, പകർച്ചയുടെ സ്ഥലത്ത് ഇപ്പോൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മൾ ചില നാളുകൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ നാമങ്ങൾ എന്നുള്ളൊരു വിഷയം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന്. ഒരു പേരിൽ എന്തിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പേരിടുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. പണ്ട് അപ്പൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിലെ ആദ്യത്തെ അക്ഷരം കൂടെ ചേർത്തൊരു പേരങ്ങിടും. വലിയ അർത്ഥമൊന്നുമില്ല അതിനകത്ത്. എന്നാൽ പണ്ട് പേരിടുന്നതിന് അർത്ഥമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുവൻ പ്രാർത്ഥിച്ച് പറഞ്ഞത്, എൻ്റെ ഈ പേരിന് സ്ഥിതിക്കൊരു വ്യത്യാസം വരുത്തണം. എബ്ബേസ്, വ്യസനപുത്രൻ എന്ന് പേരിട്ട് പോയി. അതന്ന് പ്രാവചനികമാണ്.
അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണം. ഇവിടെയും ലോകപ്രകാരം നല്ല പേരുള്ളൊരു സ്ഥലം, ബെഥെസ്ദ, ഹൗസ് ഓഫ് ഔട്ട്പോറിംഗ്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. സന്തോഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ് പേരുള്ളവരുണ്ട്, ചിരിച്ചിട്ടേ ഇല്ല. സുശീലൻ, നല്ല പേരാ, പക്ഷെ ആള് ജയിലില്ല, പേരിൽ എന്തിരിക്കുന്നു. ഇതുപോലെ ബെഥെസ്ദ, ഹൗസ് ഓഫ് ഔട്ട്പോറിംഗ്, പക്ഷെ അവിടെ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇനി ചോദ്യം, ഡസ് ദിസ് പൂൾ ഹാസ് ഹീലിംഗ് പ്രോപ്പർട്ടീസ്? ഇവിടെ കടന്നു വരുന്നവർ സൗഖ്യം പ്രാപിക്കുമോ? കാരണം അവിടെ പറയുന്നു, വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട്. നിങ്ങൾ പുതിയ വേർഷനാണ് ബൈബിളെങ്കിൽ ബ്രാക്കറ്റിലാണ് അത് ഇട്ടേക്കുന്നത്, നോക്കിക്കേ, അല്ലേ? ബ്രാക്കറ്റിലാണ് ഇട്ടേക്കുന്നത്. വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട്, വെയിറ്റിംഗ് ഫോർ ദ മൂവിങ് ഓഫ് വാട്ടേഴ്സ്, ദാറ്റ് ഈസ് ഇൻ ബ്രാക്കറ്റ്. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും, ഇൻ ബ്രാക്കറ്റ്. അതത് സമയത്ത് ദൂതൻ ഇറങ്ങുന്നു, കുളം കലക്കുന്നു, ആദ്യം ചാടുന്നവന് സൗഖ്യം ലഭിക്കുന്നു. പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ ലിറ്ററലി ഇതങ്ങെടുക്കും, എന്ന് പറയും വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ലിറ്ററലി നമുക്ക് എടുക്കാം. പക്ഷെ അത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. ദൈവവചനത്തിൻ്റെ ഏർലി മാനുസ്ക്രിപ്റ്റ്സ് ലഭിച്ചു തുടങ്ങിയതോടുകൂടെ വേദചിന്തകന്മാർക്ക് മനസ്സിലായി ഇതൊരു ഐതിഹ്യം മാത്രമാണ്. കാരണം ആ മാനുസ്ക്രിപ്റ്റ്സിനകത്ത് ഈ 4-ാം വാക്യം ഇല്ല. അതുകൊണ്ടാണിത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ദൈവവചനം നമ്മൾ ഉടനീളം പഠിച്ചാൽ ഒരു കുളമോ, മനുഷ്യൻ്റെ സ്വഭാവം വെച്ച് ഒരു കുളമോ ഒരു ദൂതനോ അതിലെ വെള്ളമോ ഇളക്കമോ സൗഖ്യം തരുന്നു എന്ന് വിശ്വസിച്ചാൽ, മനസ്സിലാക്കിയാൽ, പിന്നെ ദൈവത്തിൽ നിന്ന് അവർ കണ്ണെടുത്തിട്ട് കുളത്തിൽ പോകും. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ മഹത്വം വിട്ടുകൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സൗഖ്യം യഥാർത്ഥമാണെങ്കിൽ മുഴുവൻ മഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ്. അവൻ തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. ഇവിടെ മറ്റൊരു ചിന്ത, കുളം കലങ്ങുമ്പോൾ എല്ലാവർക്കും ഇല്ല സൗഖ്യം, ആദ്യം ചാടുന്നവന് സൗഖ്യം. ദൈവം കൊടുക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അവന്റെ അരികിലേക്ക് വന്നവർക്കെല്ലാം അവൻ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലല്ല ദൈവസഭയിലും ദൈവ രാജ്യത്തിലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വന്നവനെ ആദ്യം വരുത്തുന്നതാണ് ദൈവരാജ്യം. ദൈവം സ്റ്റാറ്റസ് നോക്കുന്നില്ല, യോഗ്യത നോക്കുന്നില്ല, ക്വാളിറ്റി നോക്കുന്നില്ല. അവൻ ആവശ്യക്കാർക്ക് സൗഖ്യം കൊടുക്കുവാൻ ഇന്നും വിശ്വസ്തനാ. ഇവിടെ പ്രശ്നം ആദ്യം ഇറങ്ങുന്നവനെ കിട്ടൂ. പക്ഷെ ദൈവസന്നിധിയിൽ അങ്ങനെയല്ല. ആദ്യം ഇറങ്ങിയാലും 50 വർഷമായാലും ഇന്നലെ വന്നുവേ ഉള്ളെങ്കിലും ആവശ്യക്കാരനാണോ അവനെ വിശ്വസിക്കുന്നോ അവന്റെ കരുണയുടെ കരം ഇന്നും അവൻ നീട്ടുവാൻ അവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ലോകത്തിന്റെ പ്രതീക്ഷകൾ ഇതാണ്. ലോകം പറയും ആദ്യം ചാടുന്നവന് കിട്ടും, അഥവാ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അല്ലേ? ഇപ്പൊ മുടന്തൻ ഒരുത്തിന് ചാടാൻ പറ്റത്തില്ല, കൈ വരണ്ട ഒരുത്തിന് വേണമെങ്കിൽ ചാടാം, കാരണം അവന്റെ കാലം ഒക്കെയാ. ഈ മനുഷ്യന് ഹീസ് ഇൻവാലിഡ്, അവൻ അനങ്ങുന്നില്ല, അവനെ കൊണ്ടിരുത്തുക എന്നാ ഞാൻ വിശ്വസിക്കുന്നേ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ചാടല്ലോ. ഇനിയിപ്പോൾ ആ വെള്ളത്തിന്റെ ഇളക്കം എങ്ങനെയാ, അത് വെറുതെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണോ? ഇങ്ങനെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള വെള്ളങ്ങൾ നമുക്കറിയാം. ചാവുകടൽ, അവിടെ ലവണങ്ങളുടെ അംശം കൂടുതലാണ്, സാന്ദ്രത കൂടുതലായതുകൊണ്ട് പലരും അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുളിക്കുന്നുണ്ട്, അവിടുത്തെ വെള്ളം കുപ്പിയിലാക്കി വരുന്നുണ്ട്, അല്ലേ? യോർദാനിലെ വെള്ളം കുപ്പിയിലാക്കി വിൽക്കുന്നവരുണ്ട്. യേശു സ്നാനപ്പെട്ട സ്ഥലത്തെ വെള്ളം $59.99.
ഈ 1 മണിക്കൂറിനുള്ള വിളിക്കുകയാണ് 59 99 കിട്ടും വെള്ളം. അതായത് മറ്റുള്ളവൻ്റെ വേദന വിറ്റ് കാശാക്കുക അല്ലേ? അതല്ലേ ഇന്ന് ആത്മീയ വളത്തിൽ കാണുന്നേ? മറ്റുള്ളവന്റെ വേദന വിറ്റ് കാശാക്കുക. അതിനെ കാനവച്ചനപ്പച്ചൻ പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ദുരിതം വരുമ്പോൾ ഇവൻ ആശ്വാസം, ഇവൻ തൊട്ടിയും കൊണ്ടങ്ങ് ഇറങ്ങും, ബക്കറ്റും കൊണ്ടേ. ഇവിടെ നമുക്കറിയാം, ആർക്കൻസോയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, സാധ്യതയുള്ളവർക്കറിയാം, അവിടെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടല്ലേ. ആ ഹോട്ട് സ്പ്രിങ്സ് വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ബാത്ത് ഹൗസസും ഉണ്ട്. അത് നാച്ചുറലി വരുന്നതാണ്. അതെന്താ കാര്യം? ഈ സൾഫറും കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും സിങ്കും ഫോസ്ഫേറ്റും നൈട്രജനും ഒക്കെ അടങ്ങിയ അതീവ സാന്ദ്രതയുള്ള കോൺസെൻട്രേഷനുള്ള വെള്ളമാണ്. ആ വെള്ളം തിളച്ചാണ് താഴെ നിന്ന് തന്നെ വരുന്നത്. അവർ വിശ്വസിക്കുന്നു അതിൽ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആ വെള്ളത്തിൻ്റെ സ്പർശനം ഏൽക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിനൊരു സുഖം ലഭിക്കും. അതാണ് വിശ്വാസം. അങ്ങനെ സുഖം ലഭിക്കുന്നവരുമുണ്ട്, സ്കിൻ ഡിസീസ് ഒക്കെ പോകുന്നവരുണ്ട്. ബട്ട് അത് ഈ ലോകത്തിൻ്റെ വെള്ളമാണ്. അതെല്ലാവർക്കും ആക്സസിബിൾ അല്ല. ഇവിടുത്തെ രീതി അനുസരിച്ചാണെങ്കിൽ ആദ്യം ചാടുന്നവനെ കിട്ടൂ. അവിടെയും അതീവ ലവണങ്ങളുടെ സാന്ദ്രതയുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇളകും. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്തറിയാമോ? ദൂതം വന്ന് ഇളക്കുക. ഇത് ഒരാൾ പറഞ്ഞു, വേറൊരുത്തൻ പറഞ്ഞു, വേറൊരുത്തൻ പറഞ്ഞപ്പോഴത്തേന് അത് പിന്നെ ആ വചനമായി. പണ്ട് ചിലർ പറയാറില്ലേ, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. അത് വചനത്തിലുണ്ട്. ഉണ്ടോ? ഇല്ല. അത് ആരോ പറഞ്ഞതാ. ഇങ്ങനെ വചനത്തിൽ ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വചനം വായിക്കാൻ നമുക്ക് സമയമില്ലല്ലോ അല്ലേ? അങ്ങനെയില്ല വചനത്തിൽ. ഇന്ന് നിങ്ങൾ പോയി നോക്കണം, രാജാവുള്ളിടത്ത് രാജകോലാഹലം എന്നുള്ള ആ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടോന്ന്. അവരുടെ മധ്യത്തിൽ രാജാവുണ്ട്, കോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. അതുണ്ട്. അതാരാ പറഞ്ഞെന്നറിയാമോ? ഒരു കള്ളപ്രവാചകൻ ബിലയാം. അവൻ പറഞ്ഞതാ. അപ്പം ഞാൻ പറയുന്നത്, ഈ പറച്ചിലാണ് പിന്നെ വിശ്വാസമായി മാറുന്നത്. എനിക്ക് സൗഖ്യം കിട്ടി ഈ കുളത്തിൽ ഇറങ്ങിയപ്പോ, നിങ്ങൾക്കും കിട്ടും. 38 വർഷമായിട്ട് ഒരുവൻ വന്ന് അവിടെ കിടക്കുക. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകണ്ടേ ഇവിടെ സൗഖ്യം ഈ പറയുന്നതൊന്നുമില്ല. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രതീക്ഷ ഇതുപോലെയാണ്. ലോകം കൊടുക്കുന്ന പ്രതീക്ഷ ഇതാ. അതൊരു ഹോപ്പ് മാത്രമേ കൊടുക്കുള്ളൂ, ഫുൾഫിൽമെന്റ് ഇല്ല. Can you go to the next slide? Okay, go back. ലോകത്തിന്റെ ഓഫർ ഇത്രയേ ഉള്ളൂ. ലോകം കൊടുക്കുന്നത് ജസ്റ്റ് പ്രതീക്ഷ മാത്രമാണ്. ജസ്റ്റ് ഹോപ്പ്. Just come and just stay here. ഒരു പക്ഷെങ്കിൽ നിനക്ക് ചാടാൻ പറ്റുമെങ്കിൽ, ആദ്യം നീ ദൂതൻ ഇറങ്ങുന്നത് കാണുകയാണെങ്കിൽ നിനക്ക് സൗഖ്യം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ എഴുത്തിന്റെ രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ, he repeatedly tied his narrative to various Jewish festivals. ഉദാഹരണം 2:13, അതായത് താന് യേശുവിൻ്റെ അത്ഭുതങ്ങളും യേശുവിൻ്റെ പ്രവർത്തനങ്ങളും യഹൂദന്മാരുടെ ഉത്സവമായി ബന്ധിപ്പിച്ച് താൻ എഴുതിയിട്ടുണ്ട്. അത് തൻ്റെ ഒരു എഴുത്ത് ശൈലിയാണ്. 2:13 നമുക്ക് പെസഹ കാണാം. 6:4 പെസഹ കാണാം, പാസ് ഓവർ. 7:2 കാണാം. 7:2 നമുക്ക് കാണാൻ കഴിയുന്നത് കൂടാരപ്പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ടാബർനക്കിൾസ്. 10:22 ഹാനക്ക, ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ, പ്രതിഷ്ഠോത്സവം. അതായത് അവരുടെ രണ്ടാമത്തെ ടെമ്പിൾ, അതിൻ്റെ റീഡെഡിക്കേഷൻ്റെ ഓർമ്മയാണ്. 11:55 വീണ്ടും പാസ് ഓവർ, പെസഹ. പറയാൻ വന്ന കാര്യം, ഇവിടെ ഈ 5:1 നമുക്ക് എന്തോ കാണാം? ഒരു ഫീസ്റ്റ് കാണാം, ഒരു ഉത്സവം കാണാം. അതിൻ്റെ ശേഷം വചനത്തിലേക്ക് നോക്കണേ, യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. ഏത് ഉത്സവമാണെന്ന് അവിടെ പറയുന്നില്ല.
അനേകം രോഗികൾ ഈ പൂളിൻ്റെ അരികിലുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എണ്ണമില്ല, വലിയൊരു കൂട്ടം. നമുക്ക് ഒരു കൺസെൻസസിന് വേണ്ടി 100 എന്നങ്ങ് വിചാരിക്കാം. കാരണം 5 പോർട്ടിക്കയുണ്ട് അല്ലേ, 5 ഓപ്പണിംഗ് ഉണ്ട്. അവിടെ എല്ലാം ആരെ കൂടെ നിറഞ്ഞിരിക്കുക? വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, കുഷ്ഠരോഗികൾ. എത്ര നല്ല സ്ഥലം അല്ലേ. ഞാൻ ആ രോഗത്തെ കളിയാക്കുകയല്ല, രോഗികളെയും കളിയാക്കുകയല്ല. ബട്ട് അവിടെ പോകാൻ എത്ര പേർക്കാ മനസ്സുള്ളത്? എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്. നിങ്ങളെല്ലാം നന്നായിട്ട് ഉടുത്തൊരുങ്ങി വന്നിട്ടുണ്ട്. ഞാനും പറ്റുന്ന പോലൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഷൈൻ ചെയ്യുക. അതാണ് അത്. ഉള്ളതല്ലേ വരുന്നേ. ഇത് എളുപ്പമാ. 5 മണ്ഡപങ്ങളുള്ള അവിടെയും പോകാൻ എളുപ്പമാണ്. പക്ഷെ അവിടെ ആയിരിക്കുന്നവർ, ഹല്ലേലൂയ, അവിടെ ആയിരിക്കുന്നവർ, അവിടെ ഒറ്റ പുരോഹിതനെ കാണാനില്ല, ഒറ്റ ലേവ്യൻ അവിടെ ഇല്ല. ഇത് നമുക്ക് പലയിടങ്ങളിൽ കാണാം. വഴിയരികിൽ ഒരുവൻ അർത്ഥപ്രാണനായി മരിക്കാനായിട്ടിട്ട് പോയേക്കുക. എതിർച്ചയാ ഒരു ലേവൻ അതുവഴി വന്നു. പുള്ളിയുടെ റൗട്ട് അല്ലത്, പുള്ളി ഹൈവേ കൂടെ പോകുന്നവനാ. പുരോഹിതൻ വന്നു, എതിർച്ചയാ ഒരു ലേവ്യൻ വന്നു. പക്ഷെ ശമരിയക്കാരൻ്റെ കേസിൽ എതിർച്ചയാന്ന് എഴുതിയിട്ടില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും പോകുന്നിടത്ത് പോകാൻ എളുപ്പമാണ്. സുഖമുള്ള സ്ഥലത്ത് ചെല്ലാൻ നമുക്ക് സുഖമാ. പക്ഷെ ആരും വേണ്ടാത്തിടത്ത്, ആർക്കും വേണ്ടാത്തിടത്ത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു 100 പേരുണ്ട്, ഇതുപോലെ പടുത്തട്ടുണ്ട്. അത് വെള്ളമാണെങ്കിൽ ഇവിടെ നിൽക്കാം. ഒരു ഓപ്പണിംഗ് ആണ്. 100 പേരും എങ്ങോട്ടാണ് നോക്കുന്നേ? അല്ലേ? എങ്കിൽ മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എങ്ങോട്ടായി നോക്കുന്നേ? വെള്ളത്തിലേക്ക് നോക്കി കിടക്കുക, കലങ്ങ് നോക്കി കിടക്കുക. ചിലർ അങ്ങേ അറ്റത്ത് വന്ന് കിടപ്പുണ്ട് ചാടാൻ വേണ്ടി. എന്തൊരു പ്രതീക്ഷയല്ലേ? വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുക. ദൂതനെന്ന് അവർക്ക് വിഷയമല്ല. ദൂതൻ വന്നിട്ട് പോകുന്ന ഒരു പക്ഷേ കാണത്തില്ല. കാരണം അവർക്കതൊരു ഐതിഹ്യമാണ്. ഇറ്റ് വാസ് എ ലെജൻഡ്, ഇറ്റ് വാസ് എ സ്റ്റോറി. ഓക്കെ, പക്ഷെ അവർ വെള്ളം കലങ്ങുന്നോ നോക്കിക്കിടക്കാം. ഈ മനുഷ്യൻ അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെള്ളം കലങ്ങുന്നോ നോക്കിക്കിടക്കാം. They are looking to the wrong source for their healing. ഇന്നും ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ റോങ് സോഴ്സിലേക്ക് നോക്കുന്നവരുണ്ട് ഫോർ ദർ ഹീലിംഗ്. ശാരീരിക സൗഖ്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ശാരീരിക സൗഖ്യം ഒരു എക്സാമ്പിൾ മാത്രമാണ്. യഥാർത്ഥ സൗഖ്യം ഒരു ആത്മസൗഖ്യമാണ്. റോങ് സോഴ്സിലേക്ക് നോക്കുന്ന അനേകരുണ്ട്. ഇവിടെ ഈ മനുഷ്യൻ വെറുതെ അല്ല കിടക്കുന്നേ. അവനെ ആരും പിടിച്ചവിടെ കെട്ടിയിട്ടിരിക്കുകയല്ല. അവനൊരു പ്രതീക്ഷ ഉണ്ട്, ഈ ദിവസം എൻ്റെ സൗഖ്യമായിരിക്കും. ആ പ്രതീക്ഷ നല്ലതാണെങ്കിലും റോങ് സോഴ്സ്, തെറ്റായ ഉറവിടം. ഞാൻ പറയാറുണ്ട്, ഈ മറ്റ് മതങ്ങളിലുള്ളവരിൽ ഭക്തന്മാരെന്ന് പറയാൻ കഴിയുന്നവരുണ്ട്. മനുഷ്യ നോട്ടത്തിൽ ഭക്തന്മാർ, അതീവ ഭക്തന്മാരാ. ബട്ട് ലുക്കിംഗ് ടു ദ റോങ് സോഴ്സ്. അതീവ ഭക്തന്മാരായിട്ടുള്ളവരുണ്ട്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരുണ്ട്, വാക്കുകൾ കൊണ്ട് ആരെ നോവിക്കാത്തവരുണ്ട്, ചിന്തകൾ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. ബട്ട് ലുക്കിംഗ് ടു ദ റോങ് സോഴ്സ് ഫോർ ദ സാൽവേഷൻ. ഈ മനുഷ്യനും അതുപോലെയാണ്. 38 വർഷമായിട്ട് അവിടെ കിടക്കുക. ഈ മനുഷ്യൻ മാത്രമല്ല, ചിലപ്പോൾ 36കാരൻ കാണും, 35കാരൻ കാണും. ഇവൻ അവിടുത്തെ സീനിയർ മോസ്റ്റ് സീനിയർ. ഇവനാ അവിടുത്തെ സീനിയർ മോസ്റ്റ്. 38 വർഷം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ,
ഞാൻ എപ്പോഴെല്ലാം പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടോ അന്നേരം എല്ലാം ചന്ദ്രനങ്ങൾ എന്നെ വിളിക്കും. അതായത് ചന്ദ്രനങ്ങളുടെ കണക്കിൽ 120 80 മോശം പറഞ്ഞാന്നാ ചന്ദ്രനങ്ങൾ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ പകുതി വേണ്ട, 1/3 40 3/1. 3/1 അത്ര എളുപ്പമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ. 38 വർഷം പോയിട്ട് ഒരു ദിവസത്തിന്റെ വാല്യൂ അറിയാമോ? ഒരു സെക്കൻഡിന്റെ വാല്യൂ അറിയാമോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദാനം നമ്മുടെ സമയം തന്നെയാണ്. രക്ഷ കഴിഞ്ഞാൽ മാനുഷികമായ രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനമാണ് സമയം. ഒരു സമയം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനും ആളുകൾ തയ്യാറാകും അല്ലേ? ഒരു സമയം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ. ഇതാണ്ട് 38 വർഷം പോയി കിടക്കുകയാണ്. ലുക്കിംഗ് ടു ദ റോങ് സോഴ്സ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമുക്കൊന്ന് കാണണം. പീപ്പിൾ ആർ ലുക്കിംഗ് ടു ദ റോങ് സോഴ്സ് where there are only promises, not fulfillment. പ്രതീക്ഷകൾ മാത്രം കൊടുക്കുന്നു, പൂർത്തീകരണം ഇല്ല. ഒരു ഉദാഹരണം ഇതിനോട് ബന്ധത്തിൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഒരു മദ്യപൻ്റെ കഥയാണ്. മദ്യപൻ്റെ കഥ. അദ്ദേഹം നല്ലൊരു ജോലിക്കാരനാണ്. എന്നാൽ അദ്ദേഹം വൈകുന്നേരം ആകുമ്പോഴേക്കും തൻ്റെ സുഹൃത്തുക്കളുമായി മദ്യപിക്കാനായി പബ്ബിൽ പോകും, അല്ലെങ്കിൽ സലൂണിൽ പോകും. അവിടെ ചെന്ന് മദ്യപിച്ച ശേഷം പിന്നെ തോന്നുംപടിയാണ് ഭവനത്തിൽ കയറി വരുന്നത്. ഒരിക്കൽ ഇതറിയാവുന്ന ഭാര്യ അദ്ദേഹം സ്ഥിരമായി മദ്യപിക്കുന്ന മദ്യശാലയിലേക്ക് ഒരു പാത്രവുമായി കടന്നു ചെന്നു. ആ പാത്രം അടച്ചിരിക്കുന്ന ഒരു പാത്രം. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ജാക്ക്, യു സീം ടു ബി ബിസി കമ്മിങ് ഹോം ഫോർ സപ്പർ, സോ ഐ ബ്രോട്ട് യു സപ്പർ ടു യു. നീ ഭവനത്തിൽ കടന്നു വന്ന് സപ്പർ കഴിക്കാൻ നീ ഭയങ്കര ബിസിയാണ്. കാരണം നീ ജോലി കഴിഞ്ഞ് നിന്റെ കൂട്ടുകാരുമായിട്ട് എന്ത് ചെയ്യാണ്? ഉല്ലസിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, നിന്റെ ഭാര്യയല്ലേ, ഞാൻ സപ്പർ നിന്റെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അപ്പോഴത്തേന് ആളുകളൊക്കെ ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ചു. തൻ്റെ കൂട്ടുകാരനൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്താ ഭാര്യ, വീട്ടിൽ സപ്പർ ഒരുക്കി വെക്കുന്നതിന് പകരം കള്ളൊടിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങ് കൊണ്ടുവരിക. എത്ര സ്നേഹമുള്ള ഭാര്യ. ജാക്ക് പറഞ്ഞു, ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇത് കഴിക്കാം. അദ്ദേഹം മേൽമൂടി തുറന്നപ്പോഴത്തേന് അതിനകത്തൊന്നുമില്ല. ഇറ്റ്സ് എംപ്റ്റി. പക്ഷെ ഒരു നോട്ടുണ്ട്. ആ നോട്ടിൽ എഴുതി വച്ചിരിക്കുകയാണ്, ജാക്ക്, ഐ ഹോപ്പ് യു എൻജോയ് യുവർ സപ്പർ. ദിസ് ഈസ് വാട്ട് ദ ചിൽഡ്രൻ ആൻഡ് ഐ ഹാവ് അറ്റ് ഹോം. നീ നിന്റെ സപ്പർ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതാണ് ഞാനും കുഞ്ഞുങ്ങളും വീട്ടിൽ കഴിക്കുന്നത്. എന്താ? ഇറ്റ്സ് എംപ്റ്റി. We have people around us looking to the wrong source, but they are empty. ശൂന്യതയാണ് ലോകം ഓഫർ ചെയ്യുന്നത്. പ്രോമിസസ് മാത്രമേ ഉള്ളൂ, ഫുൾഫിൽമെന്റ് ഇല്ല. They are empty. ഞാൻ ഈ ഭാഗം നോക്കുമ്പോൾ ഇതൊരു രോഗസൗഖ്യം മാത്രമല്ല. There is an evangelistic message here. This incident is more than just a miracle. ഒരു അത്ഭുതം മാത്രമല്ല. It has a deeper meaning and application to it. യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നു. നമ്മുടെ ഈ ഹോളിൻ്റെ പുറകിൽ ഒരു അടയാളമുണ്ട്, ഒരു സൈൻ ബോർഡുണ്ട്. അതിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇമ്മാനുവൽ പെന്റക്കോസ്റ്റൽ ചർച്ച് വർഷിപ്പ് സർവീസസ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണോ ഇമ്മാനുവൽ പെന്റക്കോസ്റ്റൽ ചർച്ച്? അല്ല. ഇറ്റ് പോയിന്റ്സ് ടുവേർഡ്സ് ദിസ് ചർച്ച്. അടയാളം യഥാർത്ഥമായതിലേക്ക് കൈ ചൂണ്ടുന്നതാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം യേശുവിലേക്ക് കൈ ചൂണ്ടുന്ന അടയാളങ്ങളായിരുന്നു. എന്താണ് യേശു ചെയ്ത അത്ഭുതത്തിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത്? യോഹന്നാൻ സുവിശേഷം നമുക്കറിയാം. ആദ്യത്തെ അത്ഭുതത്തിൽ, ആ അത്ഭുതം ചെയ്ത ശേഷം അവിടെ പറയുന്നത് യേശു അങ്ങനെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. എന്താണ് ആ മഹത്വം? ഹൂ ഹി റിയലി ഈസ്. അതാണ് മഹത്വം. താൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തുക. താൻ ലോകരക്ഷകനാണ്, താൻ മശികയാണ്, താൻ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിപ്പാൻ
പിതാവ് അയച്ച കുഞ്ഞാടാണ്. ഇതാ വെളിപ്പെടുത്തുന്നത്. ഇതായിരുന്നു അടയാളം. മറ്റൊരു കാര്യം, മനുഷ്യന്റെ പ്രശ്നത്തിൽ നിന്നും ചിന്തിക്കണേ, നമ്മുടെ ദൈവം അങ്ങ് ദൂരെ എങ്ങോ ഇരിക്കുന്നൊരു ദൈവമല്ല. മനസ്സിലായോ? ഈ ലോകത്തിൻ്റെ ദൈവങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? ഒന്ന് ഭയപ്പെടുത്തും നമ്മെ, അല്ലേ? അത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭയം. എങ്കിൽ മാത്രമേ ആ മതത്തിന് എന്തുള്ളൂ? നിലനിൽപ്പുള്ളൂ. ആ ഭയപ്പെടുത്തലിലൂടെയാണ് അവർ ജീവിക്കുന്നത്. ഇന്നും അങ്ങനെ ക്രിസ്ത്യൻഡത്തിലും മനുഷ്യനെ ഭയപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ലോകത്തിൻ്റെ മതങ്ങളതാ. എന്നാൽ നമ്മുടെ ദൈവം അങ്ങ് ദൂരെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യല്ല. മനുഷ്യന്റെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും. അനുഭവമുള്ളവരുണ്ട്. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ പറയും സില്ലിയാണെന്ന് പറയുന്ന വിഷയവും ഏറ്റവും വലുതെന്ന് മനുഷ്യന് തോന്നുന്ന വിഷയവും അവൻ ഒരുപോലെ അവന്റെ അടുത്തത് പറയാം. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ ഞാൻ ഇടപെടുമ്പോൾ എന്റെ മഹത്വം ലോകം കാണണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ദൂരെ മാറി നിന്ന് തൻ്റെ അത്ഭുതങ്ങൾ കാണിച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ അല്ല വചനം വെളിപ്പെടുത്തുന്നത്. ഒരു കുപ്പി വെള്ളം കൊണ്ടുവാ, ഞാൻ അതെന്ത് ചെയ്യാം? വീഞ്ഞാക്കാം. അങ്ങനെ മഹത്വം വെളിപ്പെടുത്തല്ലോ. എന്നാൽ അതിന് പകരം ഒരു ഭവനത്തിലെ ശൂന്യതയെ അറിഞ്ഞ്, അല്ലേ, അവിടെ വീഞ്ഞു പോരാതെ വരുമെന്ന് അറിയുന്ന ദൈവം തക്ക സമയത്ത് തൻ്റെ സാന്നിധ്യത്താൽ ആ ഭവനത്തെ അനുഗ്രഹിക്കുക മാത്രമല്ല, ആ വിഷയത്തിൽ ഇറങ്ങി ആ ഭവനത്തിനൊരു വിടുതൽ കൊടുത്ത് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഇടപെട്ടാണ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് താൻ, അല്ല ദൂരെ മാറിയെന്നല്ല. ഈ ലോകത്തിലെ ദൈവങ്ങൾ അതാ ചെയ്യുന്നേ. ആകാശത്തു നിന്ന് ഒരു ആപ്പിൾ എടുക്കുന്നു, ആകാശത്തു നിന്ന് ഭസ്മം എടുക്കുന്നു. ഇതൊന്നും മനുഷ്യന് യാതൊന്നും ഗുണവുമില്ല. അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും ആകാശത്തു നിന്ന് ഭസ്മവും വീഞ്ഞും എടുക്കുകയല്ല കർത്താവ് ചെയ്തേ. അവൻ്റെ പ്രശ്നത്തിലേക്ക് അവൻ ഇറങ്ങിച്ചു. എന്നും കർത്താവ് അത് തന്നെ കേട്ടോ. തൻ്റെ മഹത്വമാണ് തൻ്റെ ലക്ഷ്യമെങ്കിലും എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് ഈ സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നെക്സ്റ്റ് സ്ലൈഡ് മോനെ. ആദ്യം ഈ മനുഷ്യൻ്റെ ആ കണ്ടീഷൻ ഒന്ന് നോക്കാം. ഈ മനുഷ്യൻ്റെ അവസ്ഥ നമുക്കറിയാം. 5-ാം വാക്യം, 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷമായി അവിടെ താനുണ്ട്. ഹല്ലേലൂയ. Imagine, probably someone brought him to the pool every morning. അല്ലേ, രാത്രി അവിടെ വെട്ടമൊന്നും കാണത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരാൾ അവനെ കൊണ്ടുവരികയായിരിക്കും. മറ്റൊരു ഭാഗത്തുണ്ട്, ആലയത്തിൻ്റെ വാതിൽക്ക് കൊണ്ടുവരുവനെ ഇരുത്തുമാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. All day he will lie down there helpless. ദിവസം മുഴുവൻ അവിടെ എന്ത് ചെയ്യുക? വാട്സാപ്പ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ? നോ, ജസ്റ്റ് ലൈങ് ഡൗൺ. ഹി ഈസ് ഹെൽപ്ലെസ്. നിസ്സഹായ അവസ്ഥ, സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. Now, this is the picture of the lost world. നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ അവസ്ഥ ഇത് കാണിക്കുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വരേണ്ട കാര്യമില്ല. യേശുവിനെ സൗഖ്യമെന്ന് എഴുതി കാര്യം ഫുൾ സ്റ്റോപ്പ് ഇടാം. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ചിത്രമായത്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? They are helpless. സ്വയം രക്ഷിക്കുവാൻ അവർക്ക് കഴിയില്ല. ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയില്ല. അവർ കുടഞ്ഞാൽ പോകുന്നതല്ല പാവത്തിന്റെ പ്രകൃതം. യേശുവിന് മാത്രമേ അവരെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. They are helpless. എഫെസ്യർ 2-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു.
പാപത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ പ്രകൃതം അത് വ്യക്തമായി അവിടെ വരച്ചു കാട്ടിയിട്ടുണ്ട്. മരിച്ച അവസ്ഥയാണ്. ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവർ നിസ്സഹായരാണ്. They are helpless. A person without Christ is helpless. People are helpless without Christ. എഫേസ്യർ 2:12 ഒന്ന് വായിക്കാമോ? എഫേസ്യർ 2:12. ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവർ സംബന്ധമില്ലാത്തവരും അന്യരും പ്രത്യാശയില്ലാത്തവരും, അയ്യോ ദൈവമില്ലാത്തവർ, ഹല്ലേലൂയ, ദൈവമില്ലാത്തവർ, they are helpless. പ്രിയമുള്ളവരെ, നാം എന്തുകൊണ്ടാണ് മനുഷ്യർ ഫേസ് ചെയ്യുന്ന അതേ പ്രശ്നങ്ങൾ നമ്മളും ഫേസ് ചെയ്യുമ്പോൾ നിലനിൽക്കുന്നത് എന്നറിയാമോ? We have help. നമുക്ക് സഹായമുണ്ട്. സങ്കീർത്തനം പറയുന്നു, എൻ്റെ സഹായം ആ പർവ്വതമല്ല, ഈ പർവ്വതമല്ല, അവയൊക്കെ സൃഷ്ടിച്ച യഹോവയെങ്കിലാകുന്നു. We have help. We have help. We are not helpless. നാമും ഈ തരത്തിലായിരുന്നു. നാമും റോങ് സോഴ്സിലേക്ക് നോക്കുന്നവരായിരുന്നു. നാമും നമ്മുടെ വർഷങ്ങൾ പാഴാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും എൻ്റെ വർഷങ്ങൾ പാഴാക്കിയിട്ടുണ്ട്. ലോങ് ഇയേഴ്സ്. പക്ഷേ കർത്താവ് എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. ഈ ഭാഗം വായിക്കുമ്പോൾ ഇതൊരു കഥയായി സംഭവമായി മാത്രം കാണാതെ ചുറ്റുപാടുകളിലേക്ക് നാം കണ്ണോടിച്ചാൽ പാപത്തിൻ്റെ നിയന്ത്രണത്തിലും പിശാചിൻ്റെ പിടിയിലും അകപ്പെട്ട് നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യരെ കാണാം. They are helpless. അവർ നിസ്സഹായരാണ്. So he is not only helpless but he is hopeless. പ്രതീക്ഷയ്ക്ക് വകയില്ല. അവൻ ആദ്യം അവിടെ വന്നപ്പോൾ അവന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇന്ന് എൻ്റെ വിടുതല, ഇന്നെൻ്റെ വിടുതല. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, ഒന്നും നടന്നില്ല. രണ്ടാമത്തെ ദിവസം ഇന്നെൻ്റെ വിടുതല. ഒരു മാസം കഴിഞ്ഞപ്പോൾ നാളെ എൻ്റെ വിടുതല. 2 മാസം കഴിഞ്ഞു, 12 മാസം കഴിഞ്ഞു, അടുത്ത വർഷം എൻ്റെ വിടുതല. അങ്ങനെ 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു, 38 നാം ഒന്നും അതിലൂടെ പോയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. എനിക്കറിയാം വർഷങ്ങൾ നഷ്ടപ്പെട്ടവന്റെ വേദന. Looking to the wrong source. Hallelujah. Now പുള്ളിയോട് ചോദിച്ചാ പറയോ ഇന്ന് എൻ്റെ വിടുതലെന്ന് പറയോ? I don't think so. മനുഷ്യൻ്റെ ഗതി അനുസരിച്ച് അവൻ പറയൂല. 38 വർഷം അവിടെ കിടന്നു. പക്ഷെ കൊണ്ടിരുത്തുക. കാരണം വീട്ടിൽ കിടന്നിട്ട് എന്തായാലും കാര്യമൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയും ഉച്ചിങ്കുത്തി അവിടത്ത് വീണാൽ ഒരു സൗഖ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവിടെ കൊണ്ടിരുത്തിയേക്കുക. Amen. A person without Christ has no hope. There is no future for him. There await only a cold grave and a hot hell. അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് തണുത്തുറഞ്ഞൊരു ശവകുടീരവും അതിതീവ്ര ചൂടുള്ള നരകവും. ഇതാണ് ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവർക്കുള്ളത്. ക്രിസ്തുവില്ലാത്തവന് പ്രത്യാശയില്ല. Thank God, a Christian has hope. നമ്മുടെ ഉള്ളിൽ പ്രത്യാശ നൽകിയ ദൈവത്തിന് നന്ദി പറയാം. റോമാലേഖനം 15:13 അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്താൽ നമ്മുടെ ഉള്ളിൽ നൽകിയ പ്രത്യാശ പരിശുദ്ധാത്മാവിനാൽ നാം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി മാറുകയാണ്. Because we have Christ in us. നമ്മൾ എന്തോ ഉണ്ട്? ക്രിസ്തു ഉണ്ട്. നമ്മൾ എന്തോ ഉണ്ട്? നമ്മൾ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. We have Christ. He has no help and no hope. മൂന്നാമത്, he is not only helpless and hopeless, he is also friendless. അവൻ ആരും ഇല്ലെന്ന് അവൻ പറയണേ. ഞാൻ പറഞ്ഞതല്ല, അവൻ തന്നെ പറഞ്ഞതാ. യേശു അവനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വാക്യം 6. രോഗി അവനോട് എനിക്കാരുമില്ല.
പലപ്പോഴും നമ്മൾ പ്രത്യാശയുള്ളവരാണെന്ന് പറയുന്ന നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുമില്ലെന്ന്, അല്ലേ? പക്ഷെ നമ്മളത് പറയാൻ കൊള്ളുവോ വാക്ക്? നമുക്കാരുമില്ലേ? ഹല്ലേലൂയ, നമുക്കാരുമില്ലേ? നമുക്കല്ലയോ എല്ലാവരും ഉള്ളത്, നമുക്കല്ലയോ സർവശക്തനുള്ളത്, അത് പോരെ. എൽക്കാന ഹന്നയോട് ചോദിച്ചു, എടേ എന്തിനാടേ മക്കള്, ഞാനില്ലേ 10 പുത്രന്മാരെക്കാളും. പക്ഷെ അവൾ ആശ്വസിച്ചില്ല. മനുഷ്യന്റെ വാക്കുകൾ നമുക്ക് ആശ്വാസം തരത്തില്ല. എന്നാൽ സർവശക്തൻ പറയുക, ഐ ആം ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പരം നമുക്ക് വല്ലതും വേണോ? ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടെന്ന് സർവശക്തൻ പറഞ്ഞാൽ അതിൽ പരം നമുക്ക് വേറെ ഒന്നും വേണ്ട. A friend is one who knows all about you and still loves you. നമ്മെക്കുറിച്ചെല്ലാം അറിയുന്നവനായിരിക്കും ഒരു ഫ്രണ്ട്, പക്ഷേ സ്റ്റിൽ he loves you. അതാരാ? നമ്മെക്കുറിച്ച് എല്ലാം അറിയുന്നവൻ ആരാ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാം ആരാണെന്ന് അറിഞ്ഞ് നമ്മെ സ്നേഹിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ രക്ഷകനായ കർത്താവ് മാത്രമാണ്. A friend is one who comes in when all the world goes out. സകലനും വിട്ടുമാറുമ്പോൾ നമ്മോട് ചേർന്നിരിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അത് കർത്താവ് മാത്രമാണ്. This man is friendless. John 5:7 says, Sir, I have no man to put me into the pool. ഈ കുളത്തിലേക്ക് എന്നെ ഇടാൻ ഒരു മനുഷ്യനുമില്ല. പാപിയുടെ ഒരു ചിത്രം. അവൻ ഏകനാണെന്ന് അവൻ്റെ സുഹൃത്തുക്കളൊക്കെ അവന് വിട്ടുപോകുമ്പോൾ അവന് മനസ്സിലാവും. അത് ഒരു ഉദാഹരണമുണ്ട്. അപ്പൻ്റെ ഇളയ മകൻ അവനെല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്, ഒന്നുമില്ലാത്തപ്പോൾ ആരുമില്ല. ഇത് ലോകത്തിൻ്റെ ഒരു ചിത്രമാണ്. നമുക്കും തോന്നും വെള്ളോട്ട് ഇറങ്ങുമ്പം ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന്. നമ്മുടെ ഒരു സ്ഥിതി വരുമ്പോൾ അറിയാം ആർക്ക് ചുറ്റുപാടും ഉണ്ടെന്ന്. ആരുമില്ല, മനുഷ്യൻ അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ബട്ട് റിയൽ ആയിട്ടുള്ള ഒരേ ഒരു ഫ്രണ്ട് അത് കർത്താവ് മാത്രമാണ്. So here is a man, his condition, he is helpless, hopeless and friendless. Jesus is the only one who can help him. യേശുവിന് മാത്രമേ അവനെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. When we come to the end of our resources, end of our ability, end of our strength, when we feel that everything is against us, the whole world is against us, Jesus is very near. നമ്മുടെ പരിശ്രമത്തിൻ്റെ, നമ്മുടെ ശ്രമങ്ങളുടെ, നമ്മുടെ ധനത്തിൻ്റെ, നമ്മുടെ ബുദ്ധിയുടെ എന്ത് വരുമ്പോൾ ജീസസ് ഈസ് വെരി നിയർ. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പറയുന്നൊരു ഫ്രേസ് ഉണ്ട്. ജോൺ ഫ്ലാവൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രെസ്ബിറ്റേറിയൻ മിനിസ്റ്റർ പറഞ്ഞ ഒരു ഫ്രേസ് കർത്താവിൻ്റെ ദാസൻ പലപ്പോഴും പറയും. മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യൻ്റെ അതിതീവ്രമായ അവസ്ഥ ദൈവത്തിൻ്റെ അനുകൂല അവസരമാണ്. അത് ഈ സംഭവത്തിലും കാണാം. 38 വർഷം മാൻസ് എക്സ്ട്രീമിറ്റി. ഇനി അതിൽക്കുള്ള അവന് പോകാൻ കഴിയില്ല. അവനെ കണ്ട് ദൈവം സൗഖ്യമാക്കിയ. Man's extremity is God's opportunity. മോനെ, നെക്സ്റ്റ് സ്ലൈഡ്. രണ്ടാമത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദ കമ്മിങ് ഓഫ് ദ സേവിയർ, രക്ഷകന്റെ വരവ്. നമുക്കറിയാം അവിടെ ആരാ കിടക്കുന്നത്? വ്യാധിക്കാർ കിടപ്പുണ്ട്, കുഷ്ഠരോഗികൾ കിടപ്പുണ്ട്, ക്ഷയരോഗികൾ കിടപ്പുണ്ട്, മുടന്തര കിടപ്പുണ്ട്, കുരുടർ കിടപ്പുണ്ട്. ഈ 38കാരനും അവിടെ ഉണ്ട്. രക്ഷകന്റെ വരവ്. രക്ഷകൻ എന്തിനാ വന്നേന്ന് അവിടെ ആദ്യം പറയുന്നേ? ഉത്സവത്തിനാണ് വന്നേ. എന്തിനാ വന്നേ? പക്ഷേ ഇപ്പോൾ രക്ഷകൻ എവിടെ നിൽക്കുന്നേ? ഉത്സവത്തിൽ വന്നിട്ട് നമ്മൾ കുമ്പനാട് കൺവെൻഷന് പോയി അകത്ത് കയറത്തില്ല, വെളിയിൽ നിന്ന് കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് നിൽക്കുന്നവർ നിൽക്കുകയാണ്. കുമ്പനാട് കൺവെൻഷന് ഭയങ്കര തകർപ്പകത്ത് നടക്കുക, പക്ഷേ ആൾക്കാരൊക്കെ വെളിയിൽ നിൽക്കുക. പാട്ടുസ്തം മേടിക്കുന്നു, പിന്നെ അവിടെ കയറി ബോണ്ട കഴിക്കുന്നു, ചായ കുടിക്കുന്നു. സ്റ്റോളുകളില്ല ഇവർ നിൽക്കുന്നത്. സ്റ്റോൾ മീൻസ് ഈ ബുക്ക് സ്റ്റോള് അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ഉണ്ട്. അകത്ത് ഭയങ്കര തകർപ്പും പരിപാടി നടക്കുക. ഇവിടെ ഇതുപോലെ അവിടെ വലിയ ഉത്സവം നടക്കുക. എന്തിനാ കർത്താവ് ഇവിടെ വന്നേ?
Why did Jesus came to this place? Jesus was always on divine appointments. താൻ എപ്പോഴും സ്വർഗീയ നിയോഗത്തിലാണ് സഞ്ചരിച്ചത്. He was always on divine appointments. He is here today. അവൻ ഇന്ന് ഇവിടെ ഉണ്ട്. വേറെ എങ്ങും പോകാഞ്ഞിട്ട് ഇവിടെ വന്നതല്ല. He is on a divine appointment. It says in the scripture that as the Father led, the Son followed. പിതാവ് നിയന്ത്രിക്കുന്നതിനനുസരിച്ച് പുത്രൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. And he followed all the way to the cross. പിതാവ് പറഞ്ഞതനുസരിച്ച് അവൻ കുരിശോളം യാത്ര ചെയ്തു. He was never in any place by chance. യദൃച്ഛിയ അവൻ ഒരിടത്തും ചെന്നിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എതിർച്ചയ ഒരു പുരോഹിതൻ പോയി, എതിർച്ചയ ഒരു ലേവ്യൻ പോയി. എന്നാൽ കർത്താവ് വരുന്നത് എതിർച്ചയായി അല്ല, അവൻ വരുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. If Jesus was somewhere at some time, he was never there by a chance. It was a preordained work of God for his glory. അവന്റെ മഹത്വത്തിനായി, അവന്റെ മഹത്വത്തിനായാണ് ഇന്ന് രാവിലെയും നമ്മുടെ മധ്യത്തിൽ അവനുള്ളത്. എക്സാക്ട്ലി ജോൺ 4 ശമരിയ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നുണ്ടേ. ഈ ശിഷ്യന്മാര് കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധനം മേടിക്കാന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ യേശു ആ കുളക്കരയിൽ നിന്ന് എന്തിനാണെന്നറിയോ? It was a preordained appointment. It was a divine appointment. ആ സ്ത്രീയെ മാത്രമല്ല, ആ സ്ത്രീയിലൂടെ ഒരു പട്ടണത്തെ മുഴുവൻ നേടുവാൻ. It was a divine appointment. പെരുന്നാളിന് ആണ് അവിടെ വന്നതെങ്കിലും അവിടുന്ന് ഇപ്പോൾ ഈ കുളത്തിനരികെ ഉള്ളത് ഒരു സ്വർഗീയ നിയോഗമാണ്. അപ്രകാരം യേശു ഒരിടത്ത് സ്വർഗീയ നിയോഗത്തോട് ചെല്ലുമ്പോൾ തൻ്റെ മഹത്വത്തിനായി ചിലത് ചെയ്യാതിരിക്കുമോ? ഇന്നും അവിടുന്ന് ഇവിടെ ഇല്ലേ? കർത്താവേ, എൻ്റെ ജീവിതം അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒന്ന് തിരഞ്ഞെടുക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാവോ? നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, എൻ്റെ ജീവിതം അതിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ അങ്ങക്ക് മനസ്സ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാവോ? Today also, his presence is here. It's not an accident. It's not by chance. He is here on a divine appointment. We can expect him to do something for his glory. 5:6 എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യനോട് ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം എനിക്കറിയില്ല, എൻ്റെ പ്രശ്നം നിങ്ങൾക്കും അറിയില്ല. പക്ഷെ ഒരുവൻ ഇവിടെ ഉണ്ട്. അവൻ അറിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പുറത്തു പറയാത്ത അനേക വിഷയങ്ങളുണ്ട്. നിങ്ങൾ കണ്ണുനീരോടെ ആഴത്തിൽ നിലവിളിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിൻ്റെ പെരിഫറൽ മാത്രമേ നമുക്കറിയുള്ളൂ. എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് സാജൻ വിളിച്ചു. സുഹൃത്ത് സാജനാണെങ്കിലും ഇപ്പോൾ വിളിയും പറച്ചിലും മുഴുവനും ഇവരെ. എല്ലാ ദിവസവും വിളിക്കുന്നത് ബേജാനെയും എൽസമേൻ്റെയുമാണ്. കാരണം അവർ രണ്ടുപേരും ഒരേ റൗട്ടിലാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ലിജി, ഒരു മനുഷ്യനും ഈ പാതയിലൂടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അറിയുന്നവനുണ്ട്. ഇവൻ 38 വർഷമായി ഇവിടെ കിടക്കുകയാണെന്ന് തമ്പുരാൻ അറിഞ്ഞു. പ്രിയമുള്ളവരെ, ആരും അറിഞ്ഞില്ലെങ്കിലും തമ്പുരാൻ അറിഞ്ഞാൽ പോരെ. ആരും കേട്ടില്ലെങ്കിലും തമ്പുരാൻ കേട്ടാൽ പോരെ. ആരും പ്രവർത്തിക്കാത്ത വിധത്തിൽ അവൻ പ്രവർത്തിക്കാൻ ശക്തനാണ്. എത്ര വർഷം, എത്ര കാലം, ഏതു വിഷയം, ഇതെല്ലാം അറിയുന്നവൻ ഒരുവൻ മാത്രമാണ്. ഒരുവൻ മാത്രം. മാത്രമല്ല,
മാത്രമല്ല അവിടുന്ന് ഈ മനുഷ്യനെ, ഇവനെ മാത്രം എന്താ തിരഞ്ഞെടുത്തത്? ചുമ്മാ ഒന്ന് കൈവീശ എല്ലാവരും സൗഖ്യം പ്രാപിക്കത്തില്ലേ? കാരണം അവിടെ അനേകരുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ഡിവൈൻ എലക്ഷൻ എന്ന് പറഞ്ഞ. ഞാനും ഇതുപോലെ കിടക്കുകയായിരുന്നു പ്രിയമുള്ളവരെ. ഞാനും പാപത്താൽ പിടിക്കപ്പെട്ടവനായി കിടക്കുകയായിരുന്നു. അവനവന്റെ കൈ നീട്ടി എന്നെ തിരഞ്ഞെടുത്തു. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അവന്റെ ഇഷ്ടം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരമായി യേശുവിൽ എന്നെ ദത്തെടുത്തു. ഡിവൈൻ എലക്ഷൻ. ചോദിക്കാം, അടുത്ത് കിടന്ന കുഷ്ഠരോഗി എന്താ തിരഞ്ഞെടുക്കാഞ്ഞേ? ഐ ഡോണ്ട് നോ, ബട്ട് ഹി ചോസ് മീ. അവൻ എന്നെ തിരഞ്ഞെടുത്തു. അവൻ എന്നെ തിരഞ്ഞെടുത്തു. Out of hundreds of sick people there, he chose this person. ഈ മനുഷ്യനെ അവൻ ചൂസ് ചെയ്തു. അവൻ കാണുന്നുണ്ട് കേട്ടോ, ഇന്നും കാണുന്നുണ്ട്. തൻ്റെ സൃഷ്ടിയെ അവൻ കാണുന്നു. ഈ ഗദർദേശത്തെ ഭൂതഗ്രസ്തനെ പറ്റി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ പറഞ്ഞിട്ടുണ്ട്, മൈലുകൾക്കപ്പുറം അവനെ സൗഖ്യമാക്കാൻ വേണ്ടി കർത്താവ് പോയി. കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ഭൂതം അവന്റെ ശരീരത്തിലേക്ക് വരുമ്പോൾ അവൻ നിലവിളിക്കും. ആ നിലവിളി ഒരൊറ്റ മനുഷ്യൻ കേട്ടില്ല. കേൾക്കവൻ സൃഷ്ടാവ് മാത്രമാ. ഇന്നും നിലവിളിക്കുന്ന നിലവിളി കേൾക്കുന്നവൻ സൃഷ്ടാവ് മാത്രമാ. അവൻ വരുന്നുണ്ട്, കടൽ കടന്ന് അവിടുന്ന് വരുന്നുണ്ട്. അവൻ വരുമ്പോൾ അവന്റെ മഹത്വത്തിനായി ചിലത് അവൻ ചെയ്യും. യേശു കടന്നു പോകുന്നതെല്ലാം ഒരു ജാഥ ഉണ്ടായിരുന്നു. ജാഥ എന്തിനാണെന്ന് നമുക്കറിയാം. എന്തിനാ? ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഫ്രീയാ. അതിനുവേണ്ടിയാ പോകുന്നത്. ഇങ്ങനെ ജാഥയായി പോകുമ്പോൾ മറ്റൊരു ജാഥ അതുവഴി വരും. അത് സന്തോഷത്തിന്റെ ജാഥയല്ല. അതൊരു വിധവയ്ക്ക് അവളുടെ ഏക മകൻ നഷ്ടപ്പെട്ട ജാഥയാ. എന്നാൽ ഇവിടുന്ന് പോകുന്നവൻ സന്തോഷത്തിന്റെ ജാഥയാൽ മാത്രമല്ല, ഇത് നിജീവന്റെ ജാഥയാ. ആ ഒരുവന് വേണ്ടി യേശു അവിടെ നിന്ന് അവന്റെ മഞ്ചത്തെ തൊട്ട് അവനെ ജീവനുള്ളവനായി അമ്മയ്ക്ക് മടക്കി കൊടുത്തെങ്കിൽ, ജനവും മതവും മത നേതാക്കന്മാരും തിരസ്കരിച്ചതിനെ അന്വേഷിച്ചു വരുന്നവനാണ് എന്റെ കർത്താവ്. ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ കാണാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അബ്രഹാം ഹാഗറിനെ ഇറക്കി വിട്ടു. 16-13 വായിക്കാമോ? എന്നെ കാണുന്നവൻ ഞാൻ ഇവിടെയും കണ്ടുവോ? നീ എന്നെ കാണുന്നു. അവൾ ദാസിയ. തൻ്റെതല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതാണെന്ന് മാനുഷികമായ നിലയിൽ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും അവളെയും കാണുന്ന ഒരുവനുണ്ട്. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കാണുന്നു. തൻ്റെ സൃഷ്ടിയെ അവൻ കാണും. മത്തായി 10:29 നമുക്ക് കുരികലിനെ കാണാം. ഒരു കാശിന് 2 കുരികലാണോ? ഏതൊന്ന് വായിച്ചേ. കാശിന് 2 കുരികൾ വിൽക്കുന്നുണ്ട്. സമ്മതിക്കാൻ നിലത്ത് പോകത്തില്ല ഒന്നുപോലും. ലൂക്കോസ് 12:6-7 പറഞ്ഞിരിക്കുന്നത്, ഇവിടെ 1 കാശിന് 2 കുരികലാണെങ്കിൽ അവിടെ 2 കാശിന് 4 കുരികലല്ലേ വരണ്ടേ? പക്ഷെ അവിടെ പറയുന്ന 5 കുരികൾ എന്നാ. അപ്പൊ 2 കാശ് കൊടുത്താൽ 1 കുരികൾ ഫ്രീ. അവിടെ പറയുക, ആ ഫ്രീ ആയവൻ താഴെ പോയാലും യേശുവിന് കാണാം. മനുഷ്യൻ മൂല്യമില്ലെന്ന് പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുന്നതിനെ യേശുവിന് കാണാം. അവന്റെ ദൃഷ്ടിക്കൊന്നും മറവായിരിക്കുന്നില്ല. അവൻ എന്നും എന്നെയും നിങ്ങളെയും കാണുന്നുള്ളു. സിസ്റ്റാവ് എന്നെ നിങ്ങളെയും കാണുന്നുണ്ട്. മൂന്നാമത്തേത്, നെക്സ്റ്റ്, the command of Christ. ക്രിസ്തുവിൻ്റെ ആജ്ഞ.
യേശു ഒന്ന് വായിച്ചാട്ടെ. ആ, ഇവിടെ എവിടെയാ സൗഖ്യം ഉണ്ടായത്? യേശു പറഞ്ഞപ്പോഴേ സൗഖ്യമുണ്ടായി. സൗഖ്യമുണ്ടാകാതെ ഒരുവന് എഴുന്നേക്കാൻ പറ്റുമോ? സൗഖ്യമുണ്ടായ ശേഷം അവനോട് പറയുന്നത് എന്താ? കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. വരണ്ട കൈയോടുകൂടി ഒരു സ്ത്രീ ഒരു ആലയത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നേ. അവളോട് പറഞ്ഞു കൈ നീട്ടുക. എപ്പോഴാ സൗഖ്യം ഉണ്ടായെന്നറിയില്ല, പക്ഷെ കൈ നീട്ടി അവൾ. യേശു കൂടുതൽ ഡ്രാമയൊന്നും കളിക്കാറില്ല സൗഖ്യം ഉണ്ടാക്കാൻ തരാം. മനസ്സിലായോ? അവൻ്റെ ഒരു വാക്കിന് സൗഖ്യമാ. അവൻ്റെ ഒരു വാക്കിന് സൗഖ്യമാ. ഇന്ന് രാവിലെ ഹല്ലേലൂയ. ഇവിടെ അവനോട് പറഞ്ഞു നീ എത്ര നാളായി എന്നല്ല ചോദിച്ചത്, അറിയാം കർത്താവിന് നിനക്ക് സൗഖ്യമാ മനസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ അവൻ്റെ പ്രശ്നം പറയുക. എന്നെ ഇവിടെ ആക്കാൻ ആരുമില്ല. He is looking to the wrong source. യേശു പറഞ്ഞു നിന്റെ കിടക്കെടുത്ത് നടക്കാം. ആദ്യം നടന്നത് സൗഖ്യമാ. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. പാപിയായ മനുഷ്യനെ ഇൻസ്റ്റന്റ് ആയിട്ടാണ് രക്ഷ ലഭിക്കുന്നത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. തെരഞ്ഞെടുത്തു, മുൻനിയമിച്ചു, വിശ്വാസം നൽകി, പുനരുജ്ജീവനം ചെയ്തു, ഇതെല്ലാം ഉണ്ട്. പക്ഷെ സൗഖ്യം ഇൻസ്റ്റന്റ് ആയിട്ടാണ്. ഒരു പണച്ചെലവും കൂടാതെ, ഒരു പരിശ്രമം കൂടാതെ, രക്ഷദാനമായി വിശ്വാസത്താൽ നമുക്ക് നൽകിയ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? പക്ഷെ യഥാർത്ഥത്തിൽ സൗഖ്യമായെങ്കിൽ സൗഖ്യമായവനോട് കർത്താവ് പറഞ്ഞെന്താ അറിയാമോ? കിടക്ക എടുത്ത് നടക്ക. കിടക്ക എടുത്ത് നടക്ക. അതുകൊണ്ടാണ് ടൈറ്റിൽ അങ്ങനെ ഇട്ടത്, റൈസ് അപ്പ് ആൻഡ് വാക്ക്. ഒരിടത്ത് എഴുതിയിരിക്കുന്നത് പിക്ക് അപ്പ് യുവർ പാലറ്റ് ആൻഡ് വാക്ക്. മറ്റൊരിടത്ത് പിക്ക് അപ്പ് യുവർ ബെഡ് ആൻഡ് വാക്ക്. നിന്റെ കിടക്കി എടുത്ത് നടക്ക, നിന്റെ പാലറ്റ് എടുത്ത് നടക്ക. കേദർദേശിലെ ഭൂതരസ്ഥൻ സൗഖ്യം പ്രാപിച്ച ശേഷം ഒരു ദിവസം മുഴുവൻ കർത്താവിൻ്റെ കാൽക്കലിരുന്നു. എന്നിട്ട് പുള്ളി പറയാം ഞാൻ നിന്റെ കൂടെ വരിക. കർത്താവ് എന്താ പറഞ്ഞ? നോ, നീ യു ബി എ വിറ്റ്നസ്. കിടക്കെടുത്ത് നടക്കാം. യേശു തരുന്ന സൗഖ്യം അത് റിയലാണ്, അത് വ്യത്യസ്തമാണ്, അത് അവൻ്റെ മഹത്വത്തിനായിട്ടാണ്. ഇവിടെ സൗഖ്യം പ്രാപിച്ചവന് കർത്താവ് കൊടുക്കുന്ന കമാൻഡാണ് ഇതിലെ ആപ്ലിക്കേഷൻ. നാം എന്ത് ചെയ്യണം? റൈസ് അപ്പ് ആൻഡ് വാക്ക്. നാമും കാലാകാലങ്ങളിൽ സൗഖ്യം പ്രാപിച്ചവരാ. ശാരീരിക സൗഖ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പാപമെന്ന അതിഘോരമായ രോഗത്തിൻ്റെ അടിമയായിരുന്ന എന്നെയും നിങ്ങളെയും തൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കുന്ന ദൈവം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ പാപത്തിന്റെ കടങ്ങളെ ക്ഷമിച്ചു തന്ന് നമ്മെ സൗഖ്യമാക്കുന്ന ആ അവസ്ഥ നമുക്ക് ഓർമ്മയുണ്ടോ? അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് ക്രൂശിൽ കയറി തന്റെ അടിപ്പിടലാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം പ്രാപിച്ച ഓരോ ദൈവമേതിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതാണ് റൈസ് അപ്പ് ആൻഡ് വാക്ക്. എഴുന്നേറ്റ് നടക്ക, എഴുന്നേറ്റ് നടക്ക. It is a walk in open confession about what he has done. Be a witness. ഒരു സാക്ഷിയായി തീരുക, ഒരു സാക്ഷിയായി തീരുക. ഞാൻ നിർത്തുക. അടുത്തത്, he calls us to rise up and walk in a life of communion with Christ. ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നടക്കുക. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. റോമാലേഖനം 6:4. യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ചു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാനുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കണം. വാക്ക് ഇൻ ദ കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. മൂന്നാമത്, റൈസ് അപ്പ് ആൻഡ് വാക്ക് ആസ് എ കോൺസെക്രേറ്റഡ് ക്രിസ്ത്യൻ. വേർതിരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവവൈദ്യ നിലയിൽ എഴുന്നേറ്റ് നടക്കുക. വിടുതൽ പ്രാപിച്ചവർ they need to separate themselves for a journey of sanctification.
വിശുദ്ധീകരണത്തിന്റെ ഈ പാതയ്ക്കായി വിടുതൽ പ്രാപിച്ചവർ സമർപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ സുവിശേഷം 15 പറഞ്ഞിരിക്കുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. വി ആർ സെപ്പറേറ്റഡ്, വി ആർ കോൺസിക്രേറ്റഡ്. റൈസ് അപ്പ് ആൻഡ് വാക്ക് ആസ് കോൺസിക്രേറ്റഡ് ക്രിസ്ത്യൻസ്. അവസാനം, റൈസ് അപ്പ് ആൻഡ് വാക്ക് ആസ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവർഡ്സ്. നെക്സ്റ്റ്, വിശ്വസ്ത ഗ്രഹവിചാരകന്മാരായി തീരുവാൻ നമ്മോട് നടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന സമയം, നമുക്ക് തന്നിരിക്കുന്ന ടാലന്റുകൾ, നമുക്ക് തന്നിരിക്കുന്ന റീസോഴ്സുകൾ വിശ്വസ്തയോടെ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചേ. നമ്മുടെ തന്നെ പാസ്റ്റ് ലൈഫിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. നാം ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. വി വർ ഹെൽപ്ലെസ്, വി വർ ഹോപ്പ്ലെസ്, വി വർ ഫ്രണ്ട്ലെസ്. നാം ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. നാം വാഗ്ദത്തത്തിന് അന്യരായിരുന്നു. എന്നാൽ വാഗ്ദത്ത പ്രകാരം തക്ക സമയത്ത് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അതാണ് ലോകം കൊണ്ടാടുന്നത്. പക്ഷെ നമ്മൾ കൊണ്ടാടുന്നത് അതല്ല. അവൻ വന്നതിന്റെ ഉദ്ദേശമാണ് നമ്മൾ കൊണ്ടാടുന്നത്. ലോകം ആ കൊണ്ടുവന്ന് കർത്താവ് വന്നതിനെ വിവിധ നിലകളിൽ ആഘോഷിക്കുമ്പോൾ ഞാൻ ആഘോഷിക്കുന്നത് അവൻ എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ്. നിത്യമരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്ന എന്നെ, ദിസ് വാസ് മൈ കണ്ടീഷൻ. മനുഷ്യവർഗം മുഴുവനും ഈ മരണത്തിൽ പിടിയിലായിരുന്നു. റോമാലേഖനം 5:12 അവിടെ പറഞ്ഞിരിക്കുന്നത്, therefore just as through one man, ഏക മനുഷ്യനാൽ പാപവും ആ പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു, ഇങ്ങനെ മരണം സകല മനുഷ്യരിലും എന്ത് ചെയ്തു? പരന്നിരിക്കുന്നു. ഈ അവസ്ഥയിൽ കാലത്തിൻ്റെ തികവെങ്കിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു. ദ കമ്മിങ് ഓഫ് ദ സേവിയർ, രക്ഷകന്റെ വരവ്. ഫാസ്റ്റ് ഫോർവേഡ് പറഞ്ഞാൽ, പുത്രൻ ഈ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാനത്രേ വന്നത്. മനുഷ്യൻ ഒരു രീതിയിലും അവരുടെ പാപ പ്രകൃതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പ്രമാണം പൂർത്തീകരിപ്പാൻ കഴിയാതെ നിൽക്കുമ്പോൾ പരിശുദ്ധൻ തന്നെ അത് നമുക്ക് പകരക്കാരനായി അത് നിവർത്തിച്ച് നീക്കി പുതിയതൊന്ന് അവൻ സ്ഥാപിച്ചു. ഹല്ലേലൂയ. റോമർ 5:6-8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവസാനമായി, ആദം മൂലം മരണത്തിന് വിധിക്കപ്പെട്ട നമ്മെ ക്രിസ്തു മൂലം ജീവൻ ദാനമായി നൽകിയതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ സൗഖ്യമാക്കി, അവിടുന്ന് നമുക്ക് നിത്യജീവൻ ദാനമായി നൽകി തന്നു, അവിടുന്ന് തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. ഇന്ന് ആ രക്ഷയുടെ സന്തോഷത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സൗഖ്യം പ്രാപിച്ച വ്യക്തിയോട് കർത്താവ് പറയുന്നു, റൈസ് അപ്പ് ആൻഡ് വാക്ക്. വാക്ക് ഇൻ ഓപ്പൺ കൺഫെഷൻ, വാക്ക് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഹിം, വാക്ക് ആസ് എ കോൺസിക്രേറ്റഡ് ക്രിസ്ത്യൻ. വേർതിരിക്കപ്പെട്ട വ്യത്യസ്തരായ ദൈവമക്കളായി വിശുദ്ധീകരിക്കപ്പെട്ട ഈ പാതയിൽ നടക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വാക്ക് ആസ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവർഡ്സ്. വിശ്വസ്തരായി നടപ്പാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. റൈസ് അപ്പ് ആൻഡ് വാക്ക്. വിടുതൽ പ്രാപിച്ചവരോട് ദൈവം പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കാം. നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താൽ കേട്ട വചനത്തിന് മുമ്പ് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുക. അവിടുന്ന് നമ്മോട് ഹൃദ്യമായി സംസാരിച്ചു എങ്കിൽ ആ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചൊന്ന് ഏറ്റെടുക്കാമോ? കർത്താവേ, ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി എന്ന് പറയാമോ? ഹല്ലേലൂയ. നമ്മെ തന്നെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ
കേട്ട വചനത്തെയും ദൈവസഭയെയും ഒന്നടങ്കം ദൈവത്തിന് സമർപ്പിച്ച് കർത്താവിന് ദാസൻ പാപ്പച്ചൻ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും.